ബ്രസീലിയൻ ജേഴ്സിയിലെ നെയ്മർ യുഗം ഇവിടെ അവസാനിക്കുകയാണ്. നോർവയ്ക്കെതിരെ ബ്രസീൽ പരാജയപ്പെട്ട് പുറത്തായതോടെ നെയ്മർ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ മന്ത്രവാദി കളം വിടുമ്പോൾ നഷ്ടമാകുന്നത് ബ്രസീലിയൻ ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച പ്രതിഭകളിൽ ഒരാളെയാണ്. 2010 ഇതേ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നിന്നായിരുന്നു അയാളുടെ അന്താരാഷ്ട്ര കരിയറിന്റെ തുടക്കം. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വലകുലുക്കി അയാൾ തൻ്റെ വരവറിയിച്ചു. പിന്നീട് സംഭവിച്ചതെല്ലാം ഒരു ചരിത്രമായിരുന്നു. കാൽപന്തുകളിയെ ഒരു കവിത പോലെ മനോഹരമാക്കിയ മനുഷ്യ. പച്ചപ്പുൽ മൈതാനങ്ങളിൽ അയാൾ പന്തുമായി കുതിക്കുമ്പോഴെല്ലാം ആ തുകൽ പന്ത് ഒരു കാവ്യമായി മാറുമായിരുന്നു. കാണികളുടെ കണ്ണും മനസ്സും നിറക്കുന്ന അസാധ്യമായ കളിയഴകായിരുന്നു അയാളുടേത്. 16 വർഷക്കാലം കാനറിപ്പടയുടെ നെടുന്തൂണായിരുന്നു ഈ മനുഷ്യൻ. 130 മത്സരങ്ങളിൽ നിന്ന് 80-ലധികം ഗോളുകൾ നേടി ബ്രസീലിൻ്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി അയാൾ മാറി. ഇതിഹാസങ്ങൾ കൊട്ടും പഞ്ഞമില്ലാതിരുന്ന ബ്രസീലിയൻ മണ്ണിൽ നിന്ന് വന്ന ഒരു യുഗം തന്നെ മനോഹരമാക്കിയ മനുഷ്യൻ. പക്ഷേ കാലവും ഫുട്ബോൾ ചരിത്രവും നിങ്ങളോട് പൂർണ്ണമായി നീതി കാണിച്ചില്ല. ഒരുപക്ഷെ കരിയറിൽ ഉടനീളം വേട്ടയാടിയ പരിക്കുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഇതിലും മികച്ചൊരു നെയ്മറെ കാണാമായിരുന്നല്ലോ. 16 വർഷങ്ങൾക്ക് ശേഷം കാലചക്രം പൂർത്തിയാക്കിക്കൊണ്ട് അതേ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ 10,000-കണക്കിന് ഫുട്ബോൾ പ്രേമികളെ സാക്ഷിയാക്കി അയാൾ യാത്ര പറയുകയാണ്. ഇതും ഒരു നിയോഗമായിരിക്കണം. എങ്കിലും മറ്റൊരു ലോകകപ്പിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു ഞങ്ങൾ. ഒടുവിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു: ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു. ഇതെല്ലാം മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഇവിടെ തന്നെ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. നന്ദി നെയ്മർ, ഫുട്ബോളിനെ അത്രമേൽ സുന്ദരമാക്കിയതിന്.